ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കാർക്ക് 2025 ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്ന ഗ്രഹഫലങ്ങൾ, സാമ്പത്തികം, ജോലി, വിവാഹം, ആരോഗ്യം, പഠനം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. ലാസ്റ്റ് ഒരു വാസ്തു ടിപ്പും ഉപായങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. രാശിചക്രത്തിന്റെ 5ാമത്തെ രാശിയാണ് ചിങ്ങരാശി. ചിങ്ങരാശിയുടെ സ്വാമിയോ സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്നത് കിങ് ഓഫ് പ്ലാനറ്റ് ആണ്. ഫസ്റ്റ് ഹൗസിൽ ചൊവ്വയും കേതുവും, പിന്നെ 7th ഹൗസിൽ രാഹു, 8th ഹൗസിൽ ശനി, 10th ഹൗസിൽ ശുക്രൻ, 11th ഹൗസിൽ സൂര്യനും വ്യാഴവും യുതിയാണ്. 12ാമത്തെ ഹൗസിൽ ബുധനും. ജൂലൈ 16 വരെ സൂര്യൻ 11ാമത്തെ ഹൗസിലാണ്. ഈ സമയം നിങ്ങളുടെ ആരോഗ്യപരമായി വളരെ നല്ലതായിരിക്കും. ജൂലൈ 16 ശേഷം സൂര്യൻ 12ാമത്തെ ഹൗസിൽ വരുന്നു. അതും വാട്ടർ സൈനിലാണ് വരുന്നത്. അപ്പോൾ ആ സമയം നിങ്ങളുടെ എനർജി ലെവലും ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ കുറച്ചൊന്ന് കുറയുന്ന സമയമാണ്. യാത്രയൊക്കെ കൂടുതൽ ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണം. ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ട് അലർജിയും ഇൻഫെക്ഷനും ജലദോഷം, പനി ഇവയൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് 16-നും 26-നും ജൂലൈക്കിടയ്ക്ക് വളരെ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ആഴ്ച 2 ആഴ്ച നല്ല ആരോഗ്യം നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എഡ്യൂക്കേഷൻ 5th ഹൗസിലാണ് എഡ്യൂക്കേഷൻ നോക്കുന്നത്. അപ്പോൾ 5th ഹൗസിന്റെ സ്വാമി ആരാണ്? വ്യാഴം. വ്യാഴം എവിടെയാണ്? വ്യാഴം ഇരിക്കുന്നത് 11ാമത്തെ ഹൗസിലും. പക്ഷെ വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി 5th ഹൗസിൽ വരുന്നത് കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് PSC ടെസ്റ്റൊക്കെ പാസ്സാകുന്നതിനും പിന്നെ എൻട്രൻസ് പുതിയ അഡ്മിഷനൊക്കെ എടുക്കുന്നവർക്കും ഉള്ള നല്ല ഒരു സപ്പോർട്ടീവായിട്ട് സമയമാണ്. അപ്പോൾ ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇരിക്കുക. നല്ല സമയമാണ്. എല്ലാത്തിനും എന്തെങ്കിലും പുതിയ അഡ്മിഷനൊക്കെ വേണമെങ്കിൽ അതിനും നല്ലൊരു സമയമാണ്. ലവ് റിലേഷൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ലവ് റിലേഷൻ 5th ഹൗസ് റിലേറ്റഡ് ആണ്. അപ്പോൾ 5th ഹൗസിൽ ഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ സൂര്യന്റെയും വ്യാഴന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിരിക്കും. നല്ല ഒരു സൗഹൃദം തന്നെ നിങ്ങൾക്ക് പുലർത്തുവാൻ കഴിയുന്നതായിരിക്കും. ജൂലൈ 16 ശേഷം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോപമൊക്കെ ഒന്ന് അടക്കി ഈഗോ പ്രോബ്ലം ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് കുറച്ച്